നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം വൃത്തിയും വെടിപ്പും നിലനിർത്തുകയും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അഴുക്കുപിടിച്ച ശരീരവും വസ്ത്രവുമായി നടക്കുന്നവരെ കണ്ടാൽ വൃത്തിയാകുവാൻ ഉപദേശിക്കുമായിരുന്നു. വൃത്തിയുള്ളവരെ കാണുമ്പോൾ സന്തോഷിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ മസ്ജിദിൻ്റെ ചുമരിൽ തുപ്പലിൻ്റെ കറ കണ്ടപ്പോൾ അനിഷ്ടം പ്രകടിപ്പിച്ചു. ഇത് കണ്ട ഒരു അൻസാരി സ്ത്രീ ഓടി വന്ന് അത് തുടച്ചു കളയുകയും അവിടെ സുഗന്ധം തളിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്തു. ഒരിക്കൽ വിദേശികളായ കുറച്ചു പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നു. അവരുടെ നേതാവ് മദീനയ്ക്ക് വെളിയിൽ കൂടാരമടിക്കുവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവർ അവിടെ ഇറങ്ങി സാധനങ്ങൾ വെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനുള്ള ആഗ്രഹത്താൽ ഉടനെ തന്നെ പുറപ്പെട്ടു. ശരീരത്തിലെ വിയർപ്പും പൊടിപടലങ്ങളും അവർ ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ അവരുടെ നേതാവ് കൂടാരത്തിലിറങ്ങി കുളിച്ചതിന് ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വളരെ മര്യാദയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി സലാം പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പ് തന്നെ നല്ല ഗുണങ്ങളുള്ള ആളായിരുന്നു. മുസ്ലിമായതിനു ശേഷവും അദ്ദേഹം കൂടുതൽ ഉയർന്ന ഗുണമുള്ള വ്യക്തിത്വം തന്നെയാണ്. ഒരാൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുന്നിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾക്ക് വേറെ വസ്ത്രങ്ങളില്ലേ? അയാൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് ധാരാളം വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല? അതായത് അള്ളാഹു നല്ല വസ്ത്രം നൽകിയിട്ടുണ്ടെങ്കിൽ അവ ധരിക്കുക.